വീട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അനിയനൊക്കെ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഈഷ സെൻറ്ററിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിനുള്ളിൽ എത്തുന്നൊരു നമുക്കധികം ദൂരം ഇല്ലാത്ത സ്ഥലത്ത് പോകാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ 1 ഡേ ട്രിപ്പാണിത്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ നല്ല ഓപ്ഷനാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം മഴയും കാറ്റും ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷനും ഉണ്ടായിരുന്നില്ല, വേറെ ദിവസവും ഉണ്ടാവാത്ത കാരണം അന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പേഴ്സണലി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പ്രത്യേക വൈബാണ് അവിടേക്കുള്ള യാത്രകളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇഷയിലെത്തി. ഈ ഒരു കവാടം കടന്ന് കുറച്ചും കൂടെ ദൂരെ പോകുമ്പോഴാണ് നമുക്ക് ഇഷ ആദിയോഗിയുടെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്താൻ പറ്റുക. അങ്ങനെ പാർക്കിങ്ങിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയ കാരണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെല്ലുന്നതാണ്, ആദിയോഗിയിലേക്കുള്ള വഴിയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ ഒരു കാറ്റിൽ ഫീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇറങ്ങിയാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടിഫിൻ സെൻറ്റർ കണ്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെറിയ ചായയും ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ആദിയോഗിയിലേക്ക് നടന്നത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് പതുക്കെ നടന്നു. ആ സമയത്ത് മഴ നല്ല കൂടി. പക്ഷേ വേറെ വഴിയില്ലാത്ത കാരണം നമ്മൾ കുടയും പിടിച്ച് നടക്കുകയാണ്. കാറ്റത്ത് കുടയൊക്കെ മറഞ്ഞു പോകുന്ന രീതിക്കുള്ള കാറ്റായിരുന്നു. പിന്നെ അതും ഒരു രസമാണ്, മഴ ആസ്വദിച്ച് മഴയും നനഞ്ഞു പോകാമെന്ന് പറയുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങളുടെ ഇത് 3ാമത്തെ ട്രിപ്പാണ് ആദിയോഗിയിലേക്ക്. എല്ലാ തവണയും ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടെ വന്നിട്ട് ലൈറ്റ് ഷോ കണ്ടിട്ട് പോകാറാണ് പതിവ്. ഞങ്ങൾ ഇതിൻ്റെ പുറകിലുള്ള യോഗ സെൻറ്ററിൽ ഇതുവരെയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് അവിടെ പോകണം, അത് നല്ല രസമാണ്, ഒരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് കാണാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങോട്ടേക്കാണ് കൂടുതൽ പോയത്. ഇവിടെ അധികം നേരം നിന്നില്ല. ഇവിടെ നല്ല തിരക്കുമായിരുന്നു സ്റ്റാച്ചുവിൻ്റെ അടുത്ത്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്, കാളവണ്ടി. കാളവണ്ടി എന്ന് പറഞ്ഞൊരു പ്രത്യേക വികാരമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ കാളവണ്ടിയിൽ പോകാം, നടന്നു പോകണേക്കാളും ഒരു പുതിയ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ച് കാളവണ്ടി നമ്മളെടുത്തു. ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ഇത്ര ആൾക്കാർക്ക് ഇത്ര രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാളവണ്ടിയിൽ കയറി. എന്നിട്ടും മഴയ്ക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഇച്ചിരി സമയത്ത് മാത്രം എങ്ങാണ്ട് മഴ മാറി നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങോട്ടേക്ക് ആ യോഗ സെൻറ്ററിൻ്റെ അങ്ങോട്ടേക്ക് പിന്നെ മൊബൈൽ അലൗഡ് അല്ലാന്ന്. അത് തന്നെ ഞങ്ങൾ മൊബൈലൊക്കെ അവിടെ കൊടുത്തിട്ട് കയറുകയാണ് ചെയ്തത്. അത് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അതൊരു യോഗ സെൻ്ററാണ്. അവിടെ കൂടുതലും ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർ അങ്ങോട്ടേക്ക് മൊബൈൽ അലൗഡ് ആക്കാത്തത്. പക്ഷെ അതിൻ്റെ ഉൾഭാഗം വളരെ ഭംഗിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് മൊബൈൽ പകർത്താൻ തോന്നുന്ന രീതിക്ക് അത്ര അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഈ ഒരു ഗേറ്റിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. മെഡിറ്റേഷൻ സെൻറ്ററും ടെമ്പിൾസും പിന്നെ തീർത്ഥക്കുളമൊക്കെ ആയിട്ട്. ഒരു തവണയെങ്കിലും അതൊക്കെ പോയി കാണണം കേട്ടോ ലൈഫിൽ. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ്, കുറേ മെമ്മറീസൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.